എന്റെ അമ്മേ. KTPTUC കമ്മിറ്റി പിളർന്നു, യോജിപ്പിക്കാൻ നേതാക്കന്മാർ മാഷേ, യുദ്ധം തുടങ്ങുന്ന കാര്യം വല്ലതുകൊണ്ടോ പത്രത്തിൽ? ഭാരതത്തെ രക്ഷിക്കാൻ ഞാൻ ഉടനെ പോകേണ്ടി വരുമോ? വേണ്ട, കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് എപ്പോഴും അകത്താണോ? അല്ല, പുറത്തായിരുന്നു. കാണാനില്ലല്ലോ. പുറത്ത് കുറച്ച് വിരുന്നുകളുണ്ടായിരുന്നു. ഈ അയൽക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതാണല്ലോ സാമാന്യ മര്യാദ. ഇതേതാ സാധനം? എന്റെ ഭാര്യ പ്രേമലത. ഓഹോ, ഞാൻ ഡ്രില്ലിയാര് അലിമാഷ്. ഞാൻ അലിയാര് ഡ്രിൽ മാഷ്. വരൂ സിസ്റ്ററെ, ഭർത്താവിനെ പൊക്കി പറയാണെന്ന് വിചാരിക്കല്ലേ. കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് നല്ല താടി ചുരുണ്ട് കൊഴുത്ത് വെളുത്ത സുന്ദരനായല്ലേ? അതെ, പ്രേമലതയും ഇത്. മഴമേഘങ്ങൾ കാത്തു കഴിയുന്ന വേഴാമ്പൽ ഒരു തുള്ളി ദാഹനീരിനായി എത്രമാത്രം കൊതിക്കുന്നുവോ അപ്രകാരം സ്വന്തം മകനെ കൺകുളിർക്ക കാണുവാനുള്ള അടക്കാനാവാത്ത അഭിവാഞ്ഛയുമായി ആ പിതാമകൻ രക്തം തളം കെട്ടിക്കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നു. ചതിവിന്റെയും ആത്മാർത്ഥതയില്ലായ്മയുടെയും പൊള്ളയായ മുഖം ആ പാവം പിതാവ് കണ്ടില്ല. അസ്സലാമു അലൈക്കും. നിങ്ങളാ? വരി വരി. മകനെ കാണാൻ കൊതിച്ച അച്ഛന്റെ ഹൃദയവേദനയും വ്യഥയും എപ്രകാരം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ദർശിച്ച ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. പക്ഷേ ഹാജരി വിളിക്കണം. ഞാൻ പോരാ. എല്ലാവരും പുസ്തകം അടച്ചു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമോ എന്ന് ശ്രമിക്കുക. ചോദ്യം 1. ആ പിതാമകൻ സ്വന്തം മകനെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക? ചോദ്യം 2. ആ യുദ്ധഭൂമിയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആര് തയ്യാറാകും? ആരും തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട്? അത് ഞമ്മടെ മോനായത് കൊണ്ടാണ്. പിന്നെ ഉജിരില്ലാണ്ടിരിക്കുവോ? ഓന് ഞമ്മടെ മതഗ്രന്ഥത്തിന് മാത്രമല്ല, ഹിന്ദുക്കളുടെ മതത്തിലും നല്ല പിടിപാടാ. സത്യം പറഞ്ഞ ഇങ്ങളിത് പറയണ കേട്ടപ്പോ ഞമ്മടെ മനസ്സങ്ങ് നിറഞ്ഞ് ദുബായി പോണം നമ്മളോട് വാശി പിടിച്ച് നിന്നവനാ. ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചപ്പോ ഇത്ര ശോഭിക്കുമെന്ന് നമ്മൾ നിരീക്ഷിച്ചില്ല. ഓരോ ഘട്ടത്തിലും ഇങ്ങളെ പറ്റി വലിയ കാര്യങ്ങളാണ് പോയി എഴുതുന്നത്. നിന്റെ വാപ്പ സ്കൂളിൽ വന്നിരിക്കുന്നു. അമ്മോ, വീട്ടോട്ട് പോകാം. വീട്ടിൽ പോണ്ട. വീട്ടിൽ പ്രേമല വന്നു. ഇങ്ങോട്ട് പോണ്ട. അയ്യോ, അവിടെ വാത്ത. അപ്പൊ പിന്നെ എവിടെയെങ്കിലും പോവാം. അയ്യോ, രണ്ടാള് കൊണ്ടല്ലേ. നാട്ടിലും ഇങ്ങനെയാ, പഠിച്ചതും വളർന്നതും ഒന്നിച്ച. ജോലി എപ്പോ വന്ന്? കുറച്ചു ദിവസമായി. ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങ് പോന്നു. ഒരു കൂട്ടിന്. അതെ. വീട്ടിൽ അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലേ? ഒരു നാട്ടുകാരാണെങ്കിലും കാണാൻ പറ്റാറില്ല. കത്ത് വരാറുണ്ട്, പക്ഷെ മറുപടി ആക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ എന്റെ സ്വഭാവം തന്നെ അവനും. രണ്ടുപേർക്കും ഒരു സ്വഭാവമാ. അതെ അതെ. സ്കൂളും നാട്ടുകാരും ഒക്കെ എങ്ങനെ പിടിച്ചാ? സ്കൂളും നാട്ടുകാരും ഒക്കെ എനിക്കിഷ്ടായി. എനിക്കും ഇഷ്ടമായി. നല്ല ആൾക്കാരാ. എന്തും തരണം ചെയ്യാനുള്ള ചങ്കൂറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടു. ഞാൻ ആ സമയത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഒരു മുന്നറിയിപ്പില്ലാതെ ബാപ്പ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞോ? കുഞ്ഞാലിക്കുട്ടി, ഒരു കാര്യം ഞാൻ പറയാം. നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലത്. ഇന്നിപ്പോ ഇത്രേ സംഭവിച്ചുള്ളൂ. എന്നാലും ഒരു ദിവസം ഹാജിയാരിത് അറിയും. അതിന് വലിയ താമസം ഉണ്ടാവില്ല. എടാ, ആചാര്യത അറിയുന്നതിലല്ല കാര്യം. അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പ്രതികരണം പ്രതികൂലമാണെങ്കിൽ അത് അനുകൂലമാക്കാൻ എന്താ വഴി? അതാണ് ആലോചിക്കുന്നത്. നീ കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷ പറ. ഇപ്പൊ ഏത് ഭാഷ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. തന്നെയുമല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. മുംതാസ് അല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞാലിക്കുട്ടി, ഇവിടെ ചങ്ങാതി ജോജി. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ സ്കൂൾ മാനേജറുടെ മകളെ പറ്റി പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അതിഭാവുകത്വമായിരിക്കും. അല്ല, അവന് യാതൊരു കലാബോധവും ഇല്ല. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൽക്കണ്ട കനിപൂറുന്ന ഗാനങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള സ്വർഗത്തിലെ ഹൂറി ഇതാ എന്റെ കൺമുമ്പിൽ. റംസാനിലെ ചന്ദ്രിക ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ, അതോ മാലാഖ മനുഷ്യരൂപത്തിൽ അവതരിച്ചതോ? ഞാനെന്താ സ്വപ്നം കാണുകയാണോ? ഇതാണോടാ നിന്റെ പ്രവർത്തന ശൈലി? എങ്ങനെയെങ്കിലും ഈ ഏടാകുളത്തിൽ നിന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോഴാ അവന്റെ ഒരു പ്രേമനാടകം. ഇവൻ ഇതെന്തോന്ന് കിടന്ന് തുള്ളാതെ കാര്യം എന്താന്ന് പറയടാ. ആ മുംതാസിനെ വഴി പിടിച്ചു നിർത്തി എന്തൊക്കെ അനാവശ്യമാണ് നീ പറഞ്ഞത്? അപ്പോഴേക്ക് ന്യൂസിങ് എത്തിയല്ലേ? ഈ പെണ്ണുങ്ങളെ പോലെ ഇത്ര ചീപ്പായിട്ടുള്ള ചീപ്പായത് നീയല്ലേ, അവളാണോ?
ആ ഹാജിയാരോട് പോയി പറഞ്ഞിരുന്നെങ്കിൽ. ഇതാണ് നിന്റെ ബേസിക് ആയിട്ടുള്ള കുഴപ്പം. എടാ ഞാൻ പറഞ്ഞില്ലേ, എന്നായാലും ഒരു ദിവസം ഹാജിയാരിത് അറിയും. അന്നുണ്ടാകുന്ന പ്രതികരണത്തിന് ഒരു അയവ് വരുത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാദ്യം അവളെ കയ്യിലെടുക്കണം. അതിനുള്ള ചവിട്ടുപടിയാണ് ഈ പ്രേമനാടകം. ഇങ്ങനെ പോയാലേ ഹാജിയാർ ചവിട്ടി വടിയാക്കും. കോമഡി വേണ്ട, നീ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഒരു ചെറുപ്പക്കാരന്റെ നിരന്തരമായ സാമീപ്യം ഏതൊരു പെണ്ണിന്റെ മനസ്സിലും നേരിയ ചലനം സൃഷ്ടിക്കും. പ്രത്യേകിച്ചും അവനൊരു സുന്ദരനാണെങ്കിൽ. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. അതിന് നിന്റെ കാര്യം ആരാ പറഞ്ഞത്? പിന്നെ സുന്ദരൻ എന്ന് പറഞ്ഞത്? നീയാ സുന്ദരൻ. പിന്നെ നീയാ? ആ ഫസ്റ്റ്. ജോജി മാഷോ? മാഷെന്താ ഇവിടെ? അവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, കണ്ണാലിക്കുട്ടിയാണ്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മാഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ചെറ്റത്തരമല്ലാതെ കയ്യിലില്ല. ആ ഹാജിയാർക്കുള്ള നിലയും വിലയും അവൻ ഒരുത്തനായിട്ടില്ലാണ്ടാക്കും. ഈ ചെറ്റ എങ്ങനെ ഒരു മാഷായി? കൈക്കൂലി അല്ലാണ്ടെന്താ? ഏത് നേരം ആ ഹാജിയാരുടെ മകളുടെ പുറകെ. ഹാജിയാരെങ്ങാനും അറിയണം, അവന്റെ തല പോവും. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. ഏതായാലും ആളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. സാരി ചുറ്റി ആരെ കണ്ടാലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പുറകെ കൂടും. 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. പ്രേമലതേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നിനക്കൊരു പെണ്ണും പിള്ളേണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുക്കെ അറിയാം. അറിയാം. എന്നാലും വിളിച്ചാൽ അവൾക്കൊന്ന് വിളി കേട്ടൂടെ? പ്രേമലതേ. ഏട്ടാ, ചേച്ചി ഇവിടെ ഇല്ല. ആ മാസ്റ്റർ വീട്ടിലേക്ക് പോയിരിക്കാം. അവൻ 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്കെല്ലാം മനസ്സിലായി. ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല മാഷെ. മാഷയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ. ആ അലിയാരി മാഷ്ടം കാണാൻ ഇതറിഞ്ഞാൽ ഈ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് ആരോടും പറയരുത്. എന്നെ പൂർണ്ണമായും മാഷക്ക് വിശ്വസിക്കാം. പ്രേമലത എന്നെ വിശ്വസിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇല്ല മാഷെ, ഞാൻ ഒരിക്കലും മാഷ ചതിക്കില്ല. സത്യം. ചേട്ടൻ ഞാൻ പറയട്ടെ. എനിക്കെല്ലാം മനസ്സിലായി. 2 കുറച്ചായിരുന്നല്ലേ, വഞ്ചിക്കായിരുന്നല്ലേ? കൊല്ലില്ല, 2 കൊല്ലില്ല. അയ്യോ. മലയാളം മാഷേ. ജോജി കേട്ടു, എല്ലാം ഞാൻ കേട്ടു. ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കള്ള ഹിമാറെ മുസ്ലിം സമുദായത്തെ മുഴുവൻ നീ വഞ്ചിച്ചു. വിടില്ല ഞാൻ, പടച്ചോനാണ് വിടില്ല. ഈ വിവരം ചൂടോടെ ഞാൻ ഹാജിയാരെ അറിയിക്കും. എന്നെ ചതിക്കരുത്. ഞാൻ വേണമെങ്കിൽ മാഷിനെ കാല് പിടിക്കാം. വന്നു കയറിയ ഉടനെ എന്റെ കാല് വാരിയെന്നല്ലേ നീ? വിടന്നെ, എന്റെ രക്തം തിളയ്ക്കുന്നു. ഇസ്ലാമിന്റെ രക്തമാണ്. വിടില്ല ഞാൻ, നിന്നെയും വിടില്ല, നിന്റെ മറ്റവനെയും വിടില്ല. ഈ നാട് മുഴുവൻ മനസ്സിലാക്കട്ടെ നീ ആൾമാറാട്ടക്കാരനാണെന്ന്. ചോരയും നീരുമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ നാട്ടില്. ഇതിന്റെ മറുപടി അവര് പറയും. കള്ള ഹിമാറെ. കേൾക്ക്, എന്തിന് സമാധാനം ഉണ്ടാക്കാം. എടുത്തി ആരും ഒന്നില്ല. പിള്ളേരെ പോലെ എന്തിനു സമാധാനമുണ്ട്. നിന്റെ മാഷ എന്താ ഇത്? എന്ത്
മാഷേ അയ്യോ സുകുമാരൻ എനിക്ക് കൊണ്ടില്ലേ അയ്യോ ബ്ലഡ് മാഷേ 5000 മാസർക്ക് വെടിയുണ്ട് കാതറെ അലിയാർക്ക് എങ്ങനെയുണ്ട്? ബോധം വീണില്ലല്ലോ. വീണു. അല്ല സംഭവിച്ചത് എന്താണെന്ന് വല്ലതും പറഞ്ഞോ? അതെങ്ങനാ ഉണ്ട തൊണ്ടേ തന്നെ ഇരിക്കല്ലേ. വെളിയിലെടുത്ത ആള് തട്ടിപ്പോ, എടുത്തില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റൂല. അതാണ് അവസ്ഥ. ഭാഗ്യം. അല്ല ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറയായിരുന്നു അല്ലേ? ഹാജർ വന്നോ? ഇല്ല, ഇപ്പൊ ഇങ്ങ് എത്തുന്ന പറഞ്ഞത്. വാ. മാഷേ ഡ്രിൽ മാഷേ. ഡ്രിൽ മാഷേ തീരെ സംസാരിക്കാൻ വയ്യ. എന്നാലും സുകുമാരൻ അലിയാരോട് ഇങ്ങനെ ഒരു ശത്രു തോന്നാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുണ്ട്. കൈ താത്തി വെയ്, വേദനിക്കും. മാഷ്ക്ക് എന്ത് തോന്നുന്നു? ഞാനും അത് ആലോചിക്കുന്നത്. സുകുമാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേട്ടിട്ടുണ്ട്. ഇത്തവണ ഒരുത്തരെ തട്ടിയിട്ടാ ഞാൻ തിരിച്ചു പോകുന്നു. ഞാനത് വെറും തമാശയായിട്ടാണ് വിചാരിച്ചിരുന്നത്. തമാശയൊന്നുമല്ല, സുമാരൻ എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് കഴുത്തി തന്നെ വെടിവെക്കൂ. സമാധാനമായിരിക്കല്ലേ, പടച്ചോന്റെ കൃപ കൊണ്ട് ഒരാപത്തും വരൂല. അലിയാർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ അതൊക്കെ ചെയ്തു കൊടുക്കണം. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ നിൽക്കുന്നതായിരിക്കും അലിയാർക്ക് കൂടുതൽ ഇഷ്ടം. വിഷമിക്കണ്ട, ഞാനും കൂടെ നിൽക്കാം. ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, അതിന്റെ സ്നേഹ. മാഷക്കൊന്നും പറ്റില്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. എന്നാ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇവിടെ നിൽക്കട്ടെ. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും അല്ല ഒന്നുമില്ല, ഡോക്ടർ പറഞ്ഞത് വെടികൊണ്ട ഷോക്കിൽ ഓർമ്മശക്തി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദാ കൈയും കാലോട്ട് അടിക്കുന്ന കണ്ടില്ലേ? ദേഹം ഇളക്കണ്ട അല്ലേ. സമാധാനമായിരിക്കും. ഞാൻ പോയിട്ട് വരാം. കൈവിട്, കൈവിട്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. പോലീസുകാരും വല്ല ഏടാകൂടം എഴുതി പിടിപ്പിച്ചാൽ പിന്നെ അതിന്റെ പുറകെ ചുറ്റിത്തിരിയും. പോയി നോക്കട്ടെ. കേട്ടല്ലോ, ആചാര്യൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അനങ്ങാട് അവിടെ അടങ്ങി കിടന്നു. ഇവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയാണ് എന്ന് ഹാജിയാരോട് പറയണം അല്ലേ? മോനെ, ബോധം കെടുത്താൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞാലോ?